പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിതാവ്. അമ്മുവിനെ അപായപ്പെടുത്തിയത് ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പിതാവ്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. കോളേജ് ഹോസ്റ്റൽ അധികൃതർ കുറ്റക്കാരെ സംരക്ഷിക്കുന്നെന്നും പിതാവ് പരാതി പറയുന്നു. പത്തനംതിട്ടയിൽ മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കുടുംബം പലതരത്തിലുള്ള ദുരൂഹത ആരോപിച്ചിരുന്നു. അക്കാര്യത്തിലൊക്കെ പോലീസ് പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ അമ്മുവിൻ്റെ പിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ദിവസം കുറച്ചായി പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള കാര്യം എന്താ? ഇതുവരെ ഈ കുട്ടികൾക്കെതിരെ ഒരു നടപടിയോ ഒന്നും കോളേജിൽ എടുത്തിട്ടില്ല. ഞാൻ ഈ രണ്ട് പരാതിയും കൊടുത്തിട്ടും കോളേജ് അധികൃതർ എടുത്തായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഈ സർക്കാരിലേക്ക് പലതരത്തിലുള്ള വ്യക്തത കുറവുണ്ട്. അതായത് ഈ 3 സഹപാഠികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അവരുടെ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് സംശയിക്കാൻ മറ്റെന്തെങ്കിലും കാര്യം അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഫോൺ വിളികളായിട്ടോ എല്ലാം വന്നിരുന്നോ ആ ദിവസങ്ങളിൽ? ഇല്ല, രാവിലെ വിളിച്ചപ്പോൾ അവൾ വളരെ ഹാപ്പി ആയിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. വൈകിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാത്ത വന്നപ്പോഴത്തേക്ക് ഞാൻ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ വീണ്ടും അവളും വിളിച്ചിട്ട് ഞാൻ അന്നേരം എടുക്കുന്നില്ല. പിന്നെ ഞാൻ വാർഡനെ വിളിച്ചു. വാർഡനെ ഒരു 4-5 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് വാർഡൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മു ഹോസ്റ്റലിലോട്ട് വന്ന വഴി തട്ടി മറിഞ്ഞു വീണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞത് തുണിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് കാല് വഴുതി വീണു എന്നാന്ന് പറയും. ഈ ഹോസ്റ്റലിൻ്റെ മുകളിൽ കവേർഡാണ്. അതിനകത്ത് നിന്ന് എങ്ങനെ അവൾ വീഴും? പിന്നെ അതുമല്ല, പിന്നെ ഹോസ്റ്റലിൻ്റെ ലാൻഡ് ലൈനിൽ വിളിച്ചപ്പം പറഞ്ഞ അമ്മു മുകളിൽ നിന്ന് ചാടി എന്ന് പറയുന്നു. ഇത് പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ഹോസ്റ്റൽ ബന്ധപ്പെട്ട ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ച് നമ്മളിപ്പോൾ ഞങ്ങളൊരു അന്വേഷണത്തിലൊരു കാര്യം കണ്ടെത്തിയത്, ഇതിന് തൊട്ട് തലേ ദിവസം 14-ാം തീയതി പിങ്ക് പോലീസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നത് ഈ അവിടുത്തെ പോലീസിൻ്റെ ഒരു റൗണ്ട്സിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടൊന്നും അന്നും പിങ്ക് പോലീസിനോട് ഹോസ്റ്റൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഹോസ്റ്റലും അന്വേഷണ പരിധിയിൽ വരണ്ടേ കൃത്യമായി? തീർച്ചയായിട്ടും വരണം. ഹോസ്റ്റലും വരണം, അന്വേഷണം വരും. ഹോസ്റ്റലുകാരും എന്തോ വിളിക്കുന്നുണ്ട് എന്നോട് നിന്ന്. കാര്യം ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ മുകളിൽ നിന്ന് വന്ന ഒരു കുട്ടി ഈ വീഴുമ്പോൾ അതിൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു അടയാളം വേണ്ട. ഇവിടുത്തെ വാർഡ് മെമ്പർ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് രണ്ട് ഇതുണ്ട്, പാടല്ല മുറിവുണ്ട്. ഇങ്ങനെ ഈ രണ്ട് സ്പോട്ട് പോലെ. പിന്നെ തലയുടെ ഇവിടെ ഒരു ചെറിയൊരു ഇത് പോലുണ്ട്. അല്ലാതെ അതിൻ്റെ ശരീരത്ത് ഈ കാലിൽ പോലും ഓരോ മുകളിൽ നിന്ന് വീണാൽ എവിടെയെങ്കിലും തട്ടത്തില്ലേ. പിന്നെ നമ്മൾ ഈ വന്നടിച്ച് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ തലയിലോ എന്തെങ്കിലുമൊക്കെ വരത്തില്ല. ഇതൊന്നുമില്ല. അതിനാകെ പരുക്ക് ഈ കാലും ഈ ഭാവം മാത്രമേ ഉള്ളൂ. അന്ന് അവിടെ ഉണ്ടായിരുന്ന സഹപാഠികളായിട്ടുള്ള സംസാരിക്കാൻ പറ്റിയിരുന്നു നമുക്ക്? ഇല്ല. അത് തന്നെ ഇവരിവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഒരു ഫോൾസ് പ്ലേ ആണ് ചെയ്തത്. ഞങ്ങളൊന്നും ആരോടും വഴക്കിടുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകുന്ന ഒരാളല്ല. എൻ്റെ കുടുംബമേ അങ്ങനല്ല. ഈ ഫ്രണ്ടിൽ അവിടെ ജംഗ്ഷനിൽ കൊണ്ട് ഈ കുട്ടികളെ നിർത്തിയിട്ട് അവർ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നാൽ തടയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാണ് പ്രിൻസിപ്പൾ സഹിതം പോയത്. ഈ പ്രിൻസിപ്പൾ ഇതിനകത്ത് എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. ഹോസ്റ്റലുകാർ ഏതെങ്കിലും തരത്തിൽ അതിനെ ലഘുവായി കണ്ടതാണോ, അതോ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണെന്നാണ് അച്ഛൻ കരുതുന്നത്? മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഇത്. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർ പീറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു? ഞാൻ കൊടുത്ത പരാതി 25/10 കൊടുത്തു. അതിനൊരു മറുപടി എനിക്ക് തന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അടുത്ത ഫോൺ വന്നെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പഠിക്കാൻ വേണ്ടി പത്തനംതിട്ടയിലേക്ക് പോയതാണ്. ആ വിഷയത്തിൽ കുടുംബം ഇപ്പോൾ എന്ത് പറ്റി തൻ്റെ കുഞ്ഞിന് എന്നറിയാനുള്ള വിഷമത്തിലാണ്. അത് കണ്ടുപിടിച്ച് നൽകേണ്ടത് അല്ലെങ്കിൽ മറുപടി നൽകേണ്ടത് സർക്കാരാണ്, പോലീസാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.